കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് പോസിറ്റീവായിട്ടാണ്. ട്രംപിന്റെ പല രാജ്യങ്ങൾക്കും ട്രംപ് താരിഫ് ചുമത്തുന്നുണ്ട്. അങ്ങനെ ഇന്നലെ സ്റ്റീൽ ഇമ്പോർട്ടിനാണ് താരിഫ് ചുമത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയിലെ സ്റ്റീൽ കമ്പനികളെല്ലാം നല്ല രീതിയിൽ ഇന്നലെ പെർഫോം ചെയ്തു. അതുകൂടാതെ റിലേറ്റഡ് സ്റ്റോക്കുകളും നന്നായിട്ട് പെർഫോം ചെയ്തു. പൊതുവെ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതും പോസിറ്റീവിലാണ്. GNX നിഫ്റ്റിയും ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. ഇന്ത്യയിൽ റുപ്പി വീക്ക് ആകുന്നതും ട്രംപിന്റെ താരിഫും മാർക്കറ്റുകളെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഒരല്പം ഷോർട്ട് പൊസിഷൻസ് കുറച്ചിട്ടുണ്ട്. റീറ്റെയിൽ ട്രേഡേഴ്സും ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇന്ന് ഫെഡ് ചെയർമാൻ പവലിന്റെ സ്പീച്ച് ഉണ്ട്. ഈ സ്പീച്ച് വളരെ നിർണായകമാണ്. സെനറ്റിൽ നടത്തുന്ന ഈ സ്പീച്ച് ട്രംപിന്റെ മോണിറ്ററി പോളിസിയായിട്ട് ഒത്തുപോകുന്നുണ്ടോന്ന് ആണ് മിക്കവാറും ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത്. മാർക്കറ്റിന് 23,300 ലെവല് ലോവർ സൈഡും 23,600 ലെവല് ഹയർ സൈഡും ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടക്കുമ്പോഴാണ് അതിന്റെ ട്രെൻഡ് ഡിസൈഡ് ചെയ്യുന്നത്. വളരെ സൂക്ഷിച്ച് മാത്രം പൊസിഷൻ എടുക്കുക.